സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസുണ്ട്, അന്ത്യനാൾ വരുമ്പോൾ മുസ്ലിമായ ഒരു മനുഷ്യന്റെ കയ്യിൽ പച്ച ഇല്ലല്ലോ എന്ന് പറഞ്ഞ് സ്വന്തം ഭാര്യയും വാപ്പയും ഉമ്മയും മക്കളും അയൽവാസികളും ഒരു മനുഷ്യനെ പഴിചാരുകയും കാശില്ലാത്തതിന്റെ പേരിൽ പഴിചാരുമ്പോൾ ഹറാം എടുത്തിട്ട് അള്ളാഹു അനുവദിക്കാത്ത വഴിയിലൂടെ പണം സമ്പാദിക്കാൻ ഒരു മനുഷ്യൻ നിർബന്ധിതനാകുന്ന കാലം അന്ത്യനാളിന്റെ അടയാളങ്ങളിലുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ പറഞ്ഞത്? ഭാര്യ പറയും, നിങ്ങളുടെ കയ്യിൽ പൈസയൊന്നുമില്ലല്ലോ, നിങ്ങൾ എന്തിനാ ഈ ഖത്തറിലും കുവൈത്തിലും യുഎയിലും കയ്യിലും പോയി കാലം കഴിക്കുന്നത്? നിങ്ങൾ നാട്ടിലേക്ക് പോരുന്നേ, 10-15 കൊല്ലല്ലേ നിങ്ങൾ അവിടെ. ഞാൻ ഇവിടെയും വല്ലതും ഉണ്ടാക്കിയിട്ടുണ്ടാവും, 5 സെന്റ് ഭൂമി വാങ്ങിയോ, നിങ്ങളെ കൊണ്ട് നിങ്ങൾ പോരി, നിങ്ങൾ ഭയമാരെ നോക്കി ഇങ്ങനെ നടന്നോളി, നമുക്കൊന്നും വേണ്ട. ഇത് പറയുന്ന ഭാര്യ ഉണ്ടാവും. വാപ്പ പറയും, വാപ്പാക്ക് 2-3 മക്കളുണ്ട്, ഒരു മകൻ ബിസിനസ്സുകാരൻ, മറ്റേ മകന് നല്ല സമ്പത്ത്, ഒരു മകൻ പച്ച ഫക്കീറാണ്. ഈ വാപ്പാക്ക് ഈ ഫക്കീറായ മനുഷ്യന്റെ മകന് അരപ്പുല്ല് വില ഉണ്ടാവില്ല. വാപ്പയും ഒന്നിനും പറ്റൂലാന്നേ. എന്തുകൊണ്ട് പറ്റൂല? ഓ ഹലാൽ ഹറാം നോക്കുന്ന ആളാ, പക്ഷെ വാപ്പാക്ക് പറ്റൂല എന്നുള്ള കാരണം ഓന്റെ കയ്യിൽ പൈസ ഇല്ലാത്ത മക്കളെ വാപ്പാക്ക് വേണ്ടാത്ത കാലാണ്. സുബ്ഹാനല്ലാഹ്. ഉമ്മയും പറയും, പൊന്നാര മോനെ പണി നിർത്തിപ്പോരി, 2 കൊല്ലം കൊണ്ടാ ദുബൈയിൽ പോയിട്ട് മറ്റോൻ തലശ്ശേരിയിലെ ബിൽഡിംഗ് കച്ചവടാക്കിയത്. ഇപ്പൊ എത്ര കൊല്ലായി പോകാൻ തുടങ്ങിയിട്ട്? വല്ലതും ഉണ്ടാക്കിയോ? പുറക്കിരുന്നൂടോ മോനെ, ജീവിതം കഷ്ടപ്പെടുത്തണോ? ഉമ്മയും വാപ്പയും ഹലാലായി അള്ളാഹുവിന് വേണ്ടി ജീവിക്കുന്നൊരു ചെറുപ്പക്കാരനാണ്. വ്യഭിചരിച്ച തോന്നിവാസത്തിന്റെ കച്ചവടം നടത്തിയാൽ, അല്ലെങ്കിൽ പലിശ ഇടപാടുകൾ നടത്തിയാൽ എന്റെ കാശുണ്ടാക്കാൻ പറ്റും, അല്ലാഹ് ഇതെനിക്ക് ചെയ്യാൻ പാടില്ലല്ലോ എന്ന് സൂക്ഷ്മത പാലിക്കുന്ന ഒരു മകനോട് നാട്ടുകാർ പറയും, അയൽവാസി മക്കള് പറയും, പൊന്നാര വാപ്പ, എന്റെ കൂട്ടുകാരുടെ കയ്യിലൊക്കെ S4ഉം S5ഉം നോട്ടും ഐഫോണും ഐപാഡുകളും, നിങ്ങൾ ആ പഴയ 3310 മൊബൈലിട്ട് നടക്കണല്ലേ, പൊന്നാര വാപ്പ, നിങ്ങൾ എന്തിനായി ഗൾഫൊക്കെ പോണത്? എന്റെ ഗൾഫുകാരായ വാപ്പമാരുള്ള എന്റെ കുട്ടികൾ, എന്റെ കൂട്ടുകാർ, അവരെ പോലൊന്നും എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് മക്കള് വാപ്പയെ പഴിചാരുന്ന കാലം വരുന്നു. അതൊക്കെ വന്നിട്ടുണ്ടോന്ന് എനിക്ക് തോന്നണം. അങ്ങനെ പറഞ്ഞിട്ട് ഇവൻ നിർബന്ധിതനാകും ഹറാമ് ചെയ്യാൻ. പൈസ ഉണ്ടാക്കണ്ടേ, പിന്നെ ടെൻഷനായി, യാ അല്ലാഹ് എനിക്ക് ഒരു നിലയും വരില്ല എന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. പൈസ ഉണ്ടാക്കല്ലോ, പൈസയുടെ പേരിൽ പറക്കുന്ന കാല. കാശുള്ളവൻ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കാശിന്റെ പേരിൽ സമൂഹം സ്റ്റാറ്റസ് നൽകുന്നതായി നടിക്കുന്നോ എന്നെനിക്കറിയില്ല. കാലഘട്ടം അങ്ങനെയാണ്. സുബ്ഹാനല്ലാഹ്. കാശ് അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്കും കൊടുക്കും, ഇഷ്ടപ്പെടാത്തവർക്കും കൊടുക്കും.